നാട്ടുസഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ പാരീസിലെ 2ാം ദിവസം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി എല്ലാവരും റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ്, വെളുപ്പിനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. കാരണം 9 മണിയോടുകൂടി ടൂറിസ്റ്റുകളെല്ലാം തന്നെ സൈറ്റ് സീയിങ്ങിനോ അല്ലെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുന്നതിനോ വേണ്ടി ഇറങ്ങും. മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിന് പല പല ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഓരോരുത്തർക്കും ഓരോ സമയമാണ് അനുവദിച്ച് നൽകുന്നത്. നമുക്ക് അനുവദിച്ച് തന്ന സമയം 6 മണി മുതലാണ്. ധാരാളം വിഭവങ്ങളുണ്ട്, പക്ഷേ ഒക്കെയും യൂറോപ്യൻ ഫുഡാണ്. ബ്രെഡുകളും വിവിധതരം മീറ്റുകളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും എഗ്സും ഒക്കെയാണ് ഉള്ളത്. പിന്നെ പലതരത്തിലുള്ള ജ്യൂസ്, കോഫി, ചായ ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ള ചീസ് ഇവിടുത്തെ ഒരു പ്രധാന ഘടകമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടൽ പരിസരം കാണാൻ ഇറങ്ങിയതാണ്. ഇന്നത്തെ യാത്രാ പരിപാടി പാരീസ് നഗരം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ വഴിയെ കാണാം. 9 മണിക്കാണ് ഇവിടെ നിന്നും പുറപ്പെടുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം. ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. ധാരാളം സമയമുണ്ട്. ഹോട്ടൽ ഇൻ, അതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. CDG എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലാണ്. രാവിലെ നല്ല തണുപ്പുണ്ട്. 10 ഡിഗ്രിയിൽ താഴെയാണ് തണുപ്പെന്ന് തോന്നുന്നു. നല്ല സുഖകരമായ തണുപ്പ്. ഒരു വമ്പൻ ഹോട്ടലാണിത്. ഇന്നലെ രാത്രി ഇതിൻ്റെ പുറകിലുള്ള വഴിയിലൂടെയാണ് അകത്ത് കടന്നത്. ഇതാണ് മുൻഭാഗം. യൂറോപ്പിൽ ഇങ്ങനെയാണ്. കെട്ടിടങ്ങൾ തമ്മിൽ വേർതിരിച്ച് വമ്പൻ മതിലുകൾ ഉണ്ടാകാറില്ല. എന്നാൽ വാഹനങ്ങൾ അകത്തേക്ക് കടക്കുന്നതിന് ഒരു ഗേറ്റ് ഉണ്ടാവും. യാത്ര പുറപ്പെടാറായി. ഓരോരുത്തരായി താഴെ ലോബിയിൽ എത്തി തുടങ്ങി. 9 മണിക്ക് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും. ഇവിടുത്തെ ടൂറിസ്റ്റ് വാഹനങ്ങൾ GPS മുഖേന നിയന്ത്രിക്കുന്നതാണ്. പഞ്ച്വാലിറ്റി വളരെ പ്രധാനമാണ്. രാവിലെ 9 മണിക്ക് മാത്രമേ ബസ് സ്റ്റാർട്ട് ചെയ്യാനാവൂ. അതുപോലെ രാത്രി 9 മണി വരെ മാത്രമേ വാഹനം ഓടാനും പാടുള്ളൂ. 9 മണിക്ക് ശേഷം ഓടിയാൽ ഭീമമായ ഫൈനുണ്ട്. അത് നമ്മൾ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ സമയക്ലിപ്തത പാലിക്കാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഈ ട്രിപ്പിലുടനീളം യാത്ര ചെയ്യാൻ പോകുന്ന ബസ്. ഗംഭീര ബസ്സാണ്. ഇതാണ് നമ്മുടെ സാരഥി ഡൊമിനിക്കോ. ഈ ഡൊമിനിക്കോ ആവും നമ്മളുടെ യാത്രയിൽ അവസാനം വരെ ഉണ്ടാവുക. കൃത്യം 9 മണിക്ക് തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്തു. പഞ്ച്വാലിറ്റി ഈ യൂറോപ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ്. യാത്ര ആരംഭിക്കുകയാണ്. ഇന്നത്തെ യാത്രയിൽ കൂടുതലും പാരീസിൻ്റെ നഗര കാഴ്ചകളും മറ്റുമാണ് ഉണ്ടാവുക. അത് ഞാൻ വിവരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഗൈഡുമാർ വിവരിക്കുന്നതായിരിക്കും. പറ്റിയും പ്രധാനപ്പെട്ട കാര്യം, പാരീസിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ഒക്കെ പുള്ളി വിശദീകരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈഫൽ ടവർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ പ്രദേശത്ത് ഒരു മണിക്കൂർ നമ്മൾ ലെഷറാണ്, നമുക്ക് തന്നെ സ്വന്തമായിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നറും കഴിഞ്ഞ് ഇന്ന് തിരിച്ചു വരും. അതാ ഇന്നത്തെ പ്രോഗ്രാം. ഞാൻ ആ വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ അന്നത്തെ പ്രോഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലിടും.
അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ ഇത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി മരുന്നൊക്കെ കഴിക്കേണ്ടവർ കഴിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ആവശ്യമുള്ള തണുപ്പിനുള്ള വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും എടുത്തോണ്ട് വേണം എല്ലാവരും ഇറങ്ങാനായിട്ട്. രാവിലെ പോയാൽ രാത്രിയിൽ ഡിന്നറും കഴിഞ്ഞ് മാത്രമേ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വരത്തുള്ളൂ. പിന്നീട് വന്ന് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം രാവിലെ എല്ലാവരും 6 മണിക്ക് തന്നെ എണ്ണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പോലെ തന്നെ സമയത്ത് നമുക്ക് പുറപ്പെടാനായിട്ട് സാധിക്കും. അതുപോലെ മരുന്നുകളൊന്നും മറന്നു പോകരുത്. ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കഴിക്കേണ്ടവർ അതെല്ലാം എടുത്തോണം. അതുപോലെ തണുപ്പിനുള്ള വസ്ത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം എടുത്തോണം. പിന്നെ വെള്ളം ആവശ്യത്തിന് എവിടെയെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും മേടിച്ചോണം, കയ്യിൽ വെച്ചോണം. എന്നിട്ട് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബസ്സിൽ €1 കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം നമ്മുടെ ഡൊമിനിക്കോ $1, പക്ഷെ അത് വളരെ തണുപ്പുള്ള വെള്ളമാണെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. ചിലപ്പോൾ തൊണ്ട കേടാവാനുള്ള സാധ്യതയുണ്ട്. നോർമൽ വാട്ടർ എവിടുന്നേലും കിട്ടുകയാണെങ്കിൽ നമുക്ക് പോകുന്ന വഴിക്ക് എല്ലായിടത്തുനിന്നും കിട്ടും. അത് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു. നമ്മളീ പോകുന്നത് ഒരു പ്രധാന റോഡിലൂടെ ഒന്നുമല്ല. ഇവിടെ മിക്കവാറും എല്ലാ റോഡുകളും ഇങ്ങനെയാണ്. നല്ല പ്ലാനിങ്ങോടെ മുൻകാഴ്ചയോടെയാണ് പണിതിട്ടുള്ളത്. ഇട റോഡുകൾ പോലും മോഡേണും സൈഡുകളിൽ വൃക്ഷങ്ങളും പുല്ലുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതുമാണ്. ഈ റോഡിൻ്റെ വശങ്ങളിലുള്ളത് നട്ടുവളർത്തിയ കാടാണ്. അല്ലാതെ ഇതൊരു വനത്തിനുള്ളിലൂടെ പോകുന്ന റോഡല്ല. ആ ആകാശത്ത് കണ്ടോ, വിമാനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നത്. നമ്മുടെ നാട്ടിൽ കാറുകൾ പോകും പോലെയാണ് ഈ റൂട്ടിൽ വിമാനങ്ങൾ പറക്കുന്നത്. കണ്ടാൽ കൂട്ടിമുട്ടും എന്ന് തോന്നും. ഇന്നലെ മുതൽ കാണുന്നതാണ് ഈ സീൻ. ഇവിടെ യൂറോപ്പില് പക്ഷെ റോഡുകൾ അവര് ഈ ടണലുകളിൽ കൂടെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് റോഡ് ഏതാണ്ട് ഒരേ ഇതില് റോഡുകൾ പോകും. അതെ. അതുപോലെ ഈ പാർക്കുകൾ ഇത്ര ഡിസ്റ്റൻസ് ഇടവിട്ട് പാർക്കുകൾ കമ്പൽസറി ആണല്ലോ. ഇവർക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് എത്രയോ മണിക്കൂറിനടുക്ക് റെസ്റ്റ് വേണം. അതുപോലെ തന്നെ GPS ട്രാക്കിംഗ് അത് പാലിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പേര് 9 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബസ് അങ്ങ് നിൽക്കും. GPS ട്രാക്കിംഗ്. അതുകൊണ്ടാണ് നമുക്ക് വൈകിട്ട് 8 മണിക്ക് മുമ്പേ അല്ല 9 മണിക്ക് മുമ്പ് നമ്മൾ ചെന്നില്ലെങ്കിൽ നമ്മളായിട്ട് ലേറ്റ് ആയാലേ വണ്ടി പിന്നെ മൂവ് ചെയ്യത്തില്ല. ബാക്കി എല്ലായിടത്തും ഗവൺമെന്റ് പറയുന്ന അല്ലാതെ ഒരു അടുക്കളയിൽ പോലും നമുക്കൊരു ഓൾട്ടറേഷൻ വരുത്താൻ പറ്റില്ല. പ്ലാനിങ് ഗംഭീര പ്ലാനിങ് അവിടെ ഉണ്ട്. പ്ലാനും നിയമങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ട് സർക്കാരിന്റെ ഭൂമിയെ കൊണ്ടുവന്ന് കെട്ടിടവും 10-16 നില വയ്ക്കും, ഡ്രെയിനേജ് അടയ്ക്കും, എന്നിട്ട് അത് എടുക്കാൻ ചെല്ലുന്നതിനെ തല്ലി ഓടിക്കും. ഇവിടെ അതൊന്നുമല്ല. ഇവിടത്തെ നിയമങ്ങൾ പാലിക്കാൻ ഉണ്ടാക്കിയത്, നമുക്ക് വയലേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. അതുകൊണ്ടാ ഇവിടെ റോഡിലെ വേഗത 70 മൈൽസ്/അവർ ആണ്. ഇവിടെ ആളുകൾ കറക്റ്റായി നിയമങ്ങൾ പാലിച്ചു മാത്രമേ വാഹനം ഓടിക്കൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഹോൺ മുഴക്കുന്നത് കേൾക്കാൻ കഴിയില്ല. ഇവിടെ മാത്രമല്ല, യൂറോപ്പിലെ ഏത് രാജ്യത്തും ഇതുപോലെയൊക്കെയാണ് ഡിസിപ്ലിൻ. ലൈൻ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു മാത്രമേ ഇവിടെ വാഹനങ്ങൾ ഓടിക്കൂ. ഇവിടുത്തെ റോഡുകൾ ഏകദേശം ഒരേ ലെവലാണുള്ളത്. അതിവിടെ യൂറോപ്പിൽ കയറ്റിറക്കങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. അവ തരണം ചെയ്യുന്നതിന് റോഡുകൾ ഉയർത്തിയും മലകൾ തുരന്നുമാണ് ഇവിടെ റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അത്തരം വമ്പൻ തുരങ്കങ്ങൾ നമ്മൾ ഈ യാത്രയിൽ പല സ്ഥലത്തും കാണും. മുഴുവൻ കറപ്റ്റഡാ. ഇവർ ഈ വൈകുന്നേരം 9 മണിക്ക് 8 മണിക്ക് ഇരുന്ന് പ്രസംഗിക്കണമല്ലാതെ അവിടെ നടക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് തന്നെ പണത്തിന് വേണ്ടി നിലനിൽപ്പ്. മോഹൻലാലിന്റെ ഏതോ ഒരു സിനിമയിലുണ്ട്, ഒരു എത്ര കോടി രൂപ ഒറ്റ ദിവസം കൊണ്ട് ഒരു ചാനലങ്ങ് വിലക്ക് എടുക്കണം. ഇത് അല്ലാതെ പരസ്യം കൊണ്ടൊന്നും ഒരു ചാനലിൽ നിൽക്കൂല. അവർക്ക് ഡെയിലി വേണം ലക്ഷങ്ങളും കോടികളും. അത് കിട്ടണ ഇതുപോലെയുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നത്. അവരൊക്കെ തന്നെയാണ് എന്റെ പുറകിലും.
അതുകൊണ്ട് മീഡിയ എങ്ങനെ വേണോ പറയും, മീഡിയ പറയണമെന്ന് ആരും വിശ്വസിക്കാനും നിൽക്കണ്ട. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എല്ലാം ഇവിടെ കേൾപ്പിക്കുന്നില്ല, കാരണം അതങ്ങനെയാണ്. ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഫ്രാൻസിൽ റെയിൽവേ നെറ്റ്വർക്കും റോഡ് പോലെ തന്നെ വിപുലമാണ്. 2 തരം റെയിൽവേകളാണ് ഇവിടെ ഉള്ളത്, സാധാരണ റെയിൽവേകളും മെട്രോ റെയിൽവേയും. മെട്രോ റെയിൽവേ ഫ്രാൻസിൽ 6 നഗരങ്ങളിലാണുള്ളത്. അതിൽ പാരീസും ഉണ്ട്. 1827 മുതലാണ് ഇവിടെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ഇന്ന് യാത്രക്കാരുടെ കണക്ക് നോക്കിയാൽ ലോകത്ത് 5ാം സ്ഥാനവും യൂറോപ്പിൽ 2ാം സ്ഥാനവുമാണുള്ളത്. യൂറോപ്പിൽ റഷ്യയുടെ റെയിൽവേയാണ് 1ാം സ്ഥാനത്തുള്ളത്. പക്ഷേ ഇവിടെ കാർഗോ സർവീസ് വെറും 9% മാത്രമാണ്. നമ്മൾ പാരീസിൻ്റെ പ്രധാന നഗരഹൃദയത്തിലേക്ക് അടുക്കുകയാണ്. ഇനിയുള്ള വിവരണങ്ങൾ നമ്മുടെ ഇവിടെയുള്ള ഗൈഡ് നടത്തും. ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിലേ മനസ്സിലാകൂ. കാരണം സ്പോട്ട് റെക്കോർഡിംഗ് ആയതിനാൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കാണുന്നതാണ് ആർക്ക് ഡി ട്രയംഫ്. ഇത് ഒരു യുദ്ധസ്മാരകമാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ ഗൈഡ് വിശദമായി പറയും. Okay, this is Amit, like he said, and I'm your guide for this morning. You're late by a lot of hours, nearly 11, 9:30 we were supposed to be here. Okay, you're coming to the one of the most important places of Paris, just behind you, which is called l'Arc de Triomphe, Arch of Triumph in English, and to make things very simple, we call it India Gate. So things are, you can compare it with the India Gate. It was started by Napoleon in 1804. And it was 1806 and it was finished in 1836. It took 30 years. And this is a tribute paid to the army of Napoleon. He had won more than 128 battles. So in the center you have the unknown soldier flame, and on the left you have a very iconic avenue which is called Champs-Élysées. All big brands are there, like Louis Vuitton, LV bags and all, if you want to buy. Minimum bag costs you about 3,000 euros if you're not very fussy. Only. Okay, and there is never a sale. So this monument, all important events are taken place on this very avenue of Champs-Élysées. Like the 14th of July, we had the Indian Prime Minister, Narendra Modi, who was chief guest of France, because it was a national day, 14. And it's very rare that on 14th of July they invite somebody. So this was the highest honor paid to Mr. Narendra Modi, and he got the highest honor also, which is called Légion d'honneur. So we'll go down, take some nice photos, and I'll give you some more history. And you're very late. How come? That's traffic. Yeah, too much of traffic. We have 90 million people coming to France every year. So Paris is victim of its own success, and it's a very small city, 10 square kilometers divided into 20 districts. And you have 12 million people coming every day for work, tourists, and also obviously you have a big traffic jam. And since you come from the airport, right? Yeah, there are more traffic jams when you come in at this hour. So let's take some nice photos, because I'm sure you already. അക്കാണുന്നതാണ് ട്രയംഫ് ആർച്ച്. ആർക്ക് ഡി ട്രയംഫ് എന്നാണ് ഫ്രഞ്ച് ഭാഷയിൽ അറിയപ്പെടുന്നത്. ആർക്ക് ഡി ട്രയംഫ് എന്നാൽ ആർച്ച് ഓഫ് വിക്ടറി എന്നാണ് അർത്ഥം. ഇത് ഒരു യുദ്ധസ്മാരകമാണ്. പാരീസിലെ ഏറ്റവും ഫേമസ് ആയ മോണ്യുമെന്റ്.
ഇത് സ്ഥിതി ചെയ്യുന്ന സ്ക്വയറിനെ പ്ലേസ് ചാൾസ് ഡി ഗുള്ള എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നഗരത്തിന്റെ മധ്യഭാഗമാണ്. നെപ്പോളിയൻ അദ്ദേഹത്തിന്റെ യുദ്ധവിജയത്തിന്റെ സ്മാരകമായി 1804 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1806 ഇത് കമ്മീഷൻ ചെയ്തു. എന്നാൽ അന്ന് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല. 1836 അതായത് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. അതിൽ നിന്ന് തന്നെ ഇതിന്റെ നിർമ്മാണം എത്ര സങ്കീർണമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്തു വരുമ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാകുന്നത്. (1805) ആസ്റ്റ്രിലിറ്റ്സ് യുദ്ധവിജയം നെപ്പോളിയന്റെ യുദ്ധവിജയങ്ങളിൽ ഒരു പ്രധാന വിജയമായിരുന്നു. ഫ്രഞ്ച് പട്ടാളത്തിന്റെ ആ വിജയ സെലിബ്രേഷന്റെ ഭാഗമായാണ് ഇത് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഇത് ഒരു കൂറ്റൻ നിർമ്മിതിയാണ്. ഇതിന് 45 മീറ്റർ നീളവും 45 മീറ്റർ വീതിയും 50 മീറ്റർ പൊക്കവും ഉണ്ട്. ഏകദേശം 16 നില കെട്ടിടത്തിന്റെ ഉയരം. റോഡിന് നടുവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന തരത്തിലുള്ള നിർമ്മാണമല്ല. ഇതിന്റെ മുകളിലേക്ക് കയറുന്നതിന് പടവുകളുണ്ട്. 284 പടികളാണ് മുകളിലെത്താനായി ഉള്ളത്. പകുതി ദൂരം കയറുന്നതിന് എസ്കലേറ്റർ ഉണ്ട്. എന്നാൽ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് കയറണമെങ്കിൽ ബാക്കി പടികൾ കയറണം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിക്ടറി മാർച്ച് സഖ്യരാഷ്ട്രങ്ങൾ നടത്തിയത് ഇവിടേക്ക് മാർച്ച് ചെയ്താണ്. ഇപ്പോഴും എല്ലാ വർഷവും ജൂലൈ 14 ഇവിടെ മിലിറ്ററി പരേഡ് നടത്താറുണ്ട്. ജൂലൈ 14 ഫ്രഞ്ച് നാഷണൽ ഡേ കൂടെയാണ്. ആർച്ചൊക്കെ കണ്ട് തിരികെ പോവുകയാണ്. ഇനിയും പല പല അട്രാക്ഷൻസും കാണാനുണ്ട്. ഇതൊരു സബ്വേയിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതുവഴി പോയാൽ ട്രയംഫ് ആർച്ചിന്റെ 4 വശങ്ങളിലുള്ള റോഡുകളിലും കടക്കാൻ കഴിയും. നടുവിലായി വഴി 4 തിരിയും. അതിലൊന്നിന്റെ എൻട്രൻസ് ആണ് ഇത്. എന്തായാലും അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ സമയമില്ല. France. And the population is only 67 million, whole of France. And Paris, like I told you, it's a small city. We only have 2.2 million. What we have in 3 streets in India, maybe. Because Paris was made under, what you see Paris today was made under Napoleon III. He made a law, he put all the poor people outside to stay in Paris
It's expensive. You see? So only the elite could stay in Paris. Only the people who are rich. So this is the leather bags. Last week I had a CEO of a company. He gave a surprise to his wife. He bought a bag of 28,500 euros only. And sky's the limit. On your right. Yes, I thought I'd be another. On your right, you see there are lines. Look on the building. There are already people waiting to go in. You cannot go in, and they never have sale in Louis Vuitton. Never. If a lady tells you she bought a Louis Vuitton bag in sale, that means she bought a copy, not the real one. And on your right, you have a very famous green restaurant. Your La Durée. Can you see? They have the best macarons. You know, sweet little pastry. About 2,000 calories, but so good. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെയാണ്. ഇരുവശത്തും ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ധാരാളം എന്ന് പറഞ്ഞാൽ പോരാ, കെട്ടിടങ്ങൾ ഒന്നിനൊന്ന് ചേർന്ന് മുഴുനീളെ ഉണ്ട്. ഇവിടെ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ ഇല്ല. പരമാവധി 3 നിലയിൽ കൂടുതലുള്ള കെട്ടിടം ഇവിടെ കാണാൻ കഴിയില്ല. മാത്രമല്ല, മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും ഒരേ ഡിസൈനാണുള്ളത്. കെട്ടിടങ്ങളുടെ നിറം പോലും സെയിമാണ്. ഇവിടെ ടൗൺ പ്ലാനിങ് അങ്ങനെയാണ്. നമുക്കിഷ്ടത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഴിയില്ല. അപ്രൂവ്ഡ് ഡിസൈൻസ് ഉണ്ട്. അതിലൊന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ കഴിയൂ. ഇവിടെ റോഡിൻ്റെ ഭാഗമായ വാക്കിംഗ് സ്ട്രീറ്റിന് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെയാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്, ഒരേ നിരയിൽ. ഇവിടുള്ള കെട്ടിടങ്ങൾക്ക് ഞാൻ കണ്ട പ്രത്യേകത സൺഷെയ്ഡ് ഇല്ല എന്നുള്ളതാണ്. തണുപ്പ് രാജ്യങ്ങളിലുള്ളവർക്ക് സൂര്യപ്രകാശം വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. അതുകൊണ്ട് പ്രകാശം മറയ്ക്കാൻ സൺഷെയ്ഡുകൾ ഉണ്ടാക്കാറില്ല. On your left, behind the trees, is a French president. Do you know the name of the French president? Emmanuel Macron. He's married to his class teacher. Do you know that? She was a French teacher in the college, and he fell in love. So she got divorced and she married him. She's 66 and he's only 44. This was made in 1900 for the French exhibition, world exhibition. We'll come to this place afterwards. And there is a World Cup championship going on of rugby. You see right in front of you the blue thing? We are going to get down there and you see a big tower in the center that was gifted to France by Egypt in 1836. This is 3,000 years old. If you ever happen to go to the temple of Luxor in Egypt, you'll see there are two. One is unfinished and one is finished. And this is the square where the last king was executed and with his wife. 1789 French Revolution. ആ കാണുന്നതാണ് ലക്സർ ഒബ്ലിക്സ്. 3000-ലേറെ വർഷം പഴക്കമുള്ള ഒരു മോണ്യുമെന്റ്. 1836 ഇത് ഇവിടെ സ്ഥാപിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഈജിപ്തിലെ ഒരു സൂര്യക്ഷേത്രത്തിന്റെ കവാടത്തോടനുബന്ധിച്ചുള്ള 2 ടവറുകളിൽ ഒന്നാണ്. അവിടെ ഉണ്ടായിരുന്ന 2 ടവറുകളിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരുന്നു. അതിൽ ചെറിയ ടവറാണ് ഇവിടെ എത്തിച്ച് സ്ഥാപിച്ചിരിക്കുന്നത്. BC 1250 ആണ് ടവറുകൾ നിർമ്മിച്ചത്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് പ്ലേസ് ഡി ലാ കോൺകോർഡ് എന്ന സ്ക്വയറിന്റെ നടുവിലാണ്. ആ കാണുന്നത് സൈറ്റ് സീയിങ് ബസ്സാണ്. ഇത്തരം ബസ്സുകൾ ഇവിടെ ധാരാളമായി ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പ്ലേസ് ഡി ലേ കോൺകോർഡ് എന്ന സ്ക്വയറിലാണ്. ഞാൻ യൂറോപ്പിൽ കണ്ട ഒരു പ്രധാന കാര്യം ഇവിടെ സൈക്കിൾ സംസ്കാരമാണ്. ഇവിടെ സൈക്കിൾ യാത്രക്കാർക്കാണ് മറ്റു വാഹന യാത്രക്കാരേക്കാൾ പ്രിഫറൻസ് ഉള്ളത്. ഈ സ്ക്വയറിൽ 2 കൂറ്റൻ സ്ക്രീനുകളുണ്ട്. ഇവിടുത്തുകാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരുന്ന് ആ സ്ക്രീനിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ കാണാറുണ്ട്.
പ്രധാനമായും സ്പോർട്സ് ആണ് കാണുന്നത്. റഗ്ബി പോലുള്ള പന്തുകളികൾ ഇവിടുത്തുകാരുടെ പ്രധാന വിനോദമാണ്. ഈ പാരീസിൽ ധാരാളം സ്ക്വയറുകളുണ്ട്. അത്തരം സ്ക്വയറിന് ചുറ്റുമായാണ് പ്രധാന നിർമ്മിതികളെല്ലാം ഉള്ളത്. പാരീസിലുള്ള സ്ക്വയറുകളിൽ ഏറ്റവും വലുതാണ് ഈ പാലസ് ഡി ലേ കോൺകേർഡ്. ഇതൊരു പബ്ലിക് സ്ക്വയറാണ്. ഇതിന് 76 ഹെക്ടർ വിസ്തീർണമുണ്ട്. അതിൽ നിന്ന് ഇതിൻ്റെ വലിപ്പം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സ്ക്വയറിൻ്റെ നടുവിലാണ് ഒബ്ലിസ്ക് ഉള്ളത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിന് അന്നത്തെ ഈജിപ്റ്റ് ഭരണാധികാരികൾ സമ്മാനിച്ചതാണിത്. സമ്മാനിച്ചതാണോ ബലമായി വാങ്ങിയതാണോ എന്ന് കണ്ടറിയണം. ഇവിടെ പല പല രാജാക്കന്മാർ പല പല കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് ഗ്രാൻഡ് പാലസ്. ആ കാണുന്നത് മറ്റു 2 പാലസുകളാണ്. ഇന്ന് ഈ പാലസുകൾ മ്യൂസിയമോ ഹോട്ടലുകളോ ഒക്കെ ആയി മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒബ്ലിസ്കിൻ്റെ അടുത്തെത്തി. ഇത് ഒറ്റക്കല്ലിൽ പണിതിട്ടുള്ള ഒരു പില്ലറാണ്. റെഡ് ഗ്രാനൈറ്റ് സ്റ്റോണിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1831 ഈജിപ്തിലെ ക്ഷേത്രത്തിൽ നിന്ന് ഇളക്കി ഇവിടെ കപ്പലിൽ കൊണ്ടുവന്നതാണിത്. 1833 ഇത് ഇവിടെ എത്തിച്ചത്. 1836 ഇവിടെ സ്ഥാപിച്ചു. ട്രാൻസ്പോർട്ടേഷന് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ കപ്പൽ വേണ്ടി വന്നു. ഇതിന് 75 മീറ്റർ നീളവും 234 ടൺ ഭാരവുമുണ്ട്. ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും വലിയ ഒബ്ലിസ്ക് അല്ല ഇത്. അമേരിക്കയിലെ വാഷിംഗ്ടൺ മോണ്യുമെന്റ് ആണ് ഏറ്റവും വലിയ ഒബ്ലിസ്ക്. അതിന് 555 അടിയിലേറെ ഉയരമുണ്ട്. ആ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെന്റ് മന്ദിരം. അതിൻ്റെ തൊട്ടടുത്ത് പോലും ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാർലമെന്റ് മെമ്പർമാർക്കും മന്ത്രിമാർക്കും ഇവിടെയുള്ള സാധാരണ ആളുകൾക്കും ഒരേ പ്രിവിലേജാണ്. നമ്മുടെ നാട്ടിലെ കഥ പറയണ്ടല്ലോ. സ്ക്വയറിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ കെട്ടിമറച്ചിട്ടുണ്ട്. ഇവിടെ ഈ പാരീസിലെ പ്രധാനപ്പെട്ട എല്ലാ കാഴ്ചകളും മോടി പിടിപ്പിക്കുകയാണിപ്പോൾ. കാരണം 2024 ഒളിമ്പിക്സ് നടക്കുന്നത് ഇവിടെയാണ്. 2024 ജൂലൈ 26 മുതൽ ആഗസ്റ്റ് 11 വരെയാണ് ആ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇതിനുള്ളിലാണ് പ്രശസ്തമായ ആ ഫൗണ്ടൻ ഉള്ളത്. കെട്ടിമറച്ചിരിക്കുന്നതിനാൽ ഈ സ്ക്വയറിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിമനോഹരമാണ് ഈ സ്ക്വയർ. അത് കാണണമെന്നുള്ളവർ ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്താൽ ഈ സ്ക്വയറിന്റെ ആകാശ ദൃശ്യമടക്കം കാണാൻ കഴിയും. തെരുവ് വിളക്കുകളിലും അത് സ്ഥാപിച്ചിട്ടുള്ള വിളക്ക് കാലുകളിലും വരെ ആ കാൽപ്പനികത കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ ഫുട്പാത്തുകൾ പോലും എത്ര ഭംഗിയായാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് കണ്ടോ. ഇവിടെ പതിവിന് വിപരീതമായി ഒരു മതിൽക്കെട്ട് കാണുന്നുണ്ട്. എന്താണ് ആ മതിലിനപ്പുറമുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് ജുവാന എന്ന പെൺകുട്ടി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതാണ്. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ 100 വർഷത്തിലേറെ യുദ്ധത്തിനൊടുവിൽ ഫ്രാൻസിന്റെ വിജയത്തിന് കാരണക്കാരിയായ ഒരു പെൺകുട്ടി. പക്ഷേ 1431 കേവലം 19 വയസ്സ് മാത്രമുള്ളപ്പോൾ ബ്രിട്ടീഷ് പട്ടാളം ഇവളെ പിടികൂടി ജീവനോടെ കത്തിച്ചു കളഞ്ഞു. ജുവാനയുടെ സ്റ്റാച്യൂസ് ഇവിടെ ഈ പാരീസിന്റെ പല ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും. 1920 റോമൻ കത്തോലിക്ക സഭ ഇവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിറ്റ് റോഡാണ്. കെട്ടിമറച്ചത് കാരണം അത് കാണാൻ കഴിയുന്നില്ല. ഈ റോഡിലാണ് ട്രയം ബാർജും ഒബ്ലിസ്കും ഒക്കെ ഉള്ളത്. അങ്ങേ തലക്കൽ
ഗ്രാൻഡ് പാലസും ഇങ്ങേ തലക്കൽ ഡസ് ഇൻവാലിഡ്സുമാണുള്ളത്. ഡസ് ഇൻവാലിഡ്സിലാണ് നെപ്പോളിയന്റെ ശവകുടീരമുള്ളത്. Church made in the 17th century, which is dedicated to one of the patrons of Christianity. Her name was Maria Magdalena, and in French, Maria Magdalena is La Madeleine. Right in front of me. We are renovating the whole thing. The pillars were literally black. So now we are preparing for the Olympics, So everything is given up. Italiano Gucci, yeah. There are Paris, Milano, that is Milan in Italy. They are fashion centers of the world. So this is standing on 51 coronation pillars. And most of the churches are empty. There are 4,000 churches in France for sale. Can you imagine this? Yes, you heard me right. It's for sale. You can buy a church and make whatever you want to be, because it's so expensive to maintain. There are thousands of churches. അത് കണ്ടോ, ഒരാളുടെ തല കീഴായി സ്ഥാപിച്ചിരിക്കുന്നത്. അതൊരു സിംബോളിക് റെപ്രസെന്റേഷനാണ്. ലൂയി 16 തലയാണത്. ലൂയി 16 ഫ്രാൻസിന്റെ അവസാനത്തെ രാജാവ്. അതിനുശേഷം ഇവിടെ ജനാധിപത്യം നിലവിൽ വന്നു. അന്ന് മുതൽ നേരെ തിരിഞ്ഞു കാര്യങ്ങൾ. 1793 ജനുവരി 21 ലൂയി 16 മരണപ്പെട്ടത്. അതൊരു സാധാരണ മരണമായിരുന്നില്ല. ഫ്രഞ്ച് വിപ്ലവത്തിനൊടുവിൽ പരസ്യ വിചാരണ ചെയ്ത് തലയറുത്ത് കൊന്നതാണ് ലൂയി 16. 1754 ആഗസ്റ്റ് 23 മുതൽ ഫ്രാൻസിന്റെ രാജാവായിരുന്നു ലൂയി 16. 1789 മുതൽ ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവം 1792 ആഗസ്റ്റ് 13 ലൂയി 16 ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്യുന്നതുവരെ നീണ്ടു. 1792 സെപ്റ്റംബർ 12 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. 1793 ജനുവരി 21 നമ്മൾ കണ്ട ആ സ്ക്വയറിൽ താൽക്കാലികമായി നിർമ്മിച്ച ഒരു സ്കഫോൾഡിങ്ങിൽ ലൂയി 16 ബന്ധിച്ചു വെച്ച് തലയർത്ത് കൊല്ലുകയായിരുന്നു. അപ്പോഴും അയാൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു, അയാളാണ് രാജാവെന്ന്. വെറും 38 വയസ്സിലാണ് ലൂയി 16 മരണപ്പെട്ടത്. Olympia is one of the oldest and very prestigious. If you want to be a hit, you have to perform here. Traffic. ഇത് കണ്ടോ, ഇവിടെയുള്ള മിക്ക കെട്ടിടങ്ങളുടെയും ഷേപ്പ് ഇതാണ്. 4 വശവും റോഡാവും. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം വീതി കുറഞ്ഞ് റോഡ് അവസാനിക്കും വരെ വശങ്ങളിലൂടെ നീണ്ട് പുറകുവശം എത്തുമ്പോൾ നല്ല വീതിയാകും. യഥാർത്ഥത്തിൽ 4 വശവും മുൻവശമാണ്.
the world famous Opera Garnier. Look, it's under renovation also. Opera House. Made under Napoleon III. Napoleon, you should know how many Napoleons you had. You had 3 Napoleons. Napoleon I was the greatest, Napoleon Bonaparte, who 128 Paris. Then there was Napoleon II. He died at the age of 21 only. So there is nothing to his credit. Because at 21 you don't even have your wisdom tooth. So that's not much to say. And then you have the third one, who made Paris what you see today, all the symmetric buildings. And he made the Opera Garnier also. 1875 it was. From Milano it's written, you see. Very good brand for men. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി ലഞ്ച് ബ്രേക്കാണ്. അതിനുശേഷം ലോകമഹാ അത്ഭുതങ്ങളിൽ ഒന്നായ ഈഫിൽ ടവർ കാണാൻ പോകും. ആ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ഐക്കൺ കൂടെ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമാണുള്ളത്. ബുധനും ശനിയും വൈകുന്നേരം 7 മണി മുതൽ. അടുത്ത എപ്പിസോഡ് വരെയും ഗുഡ് ബൈ.